അമേരിക്കയുടെ സാമ്പത്തിക അപ്രമാദിത്വത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച ലോക സാമ്പത്തിക ക്രമത്തിൽ പുതിയ ചരിത്രം എഴുതാൻ ഇന്ത്യയും ജപ്പാനും ഒന്നിക്കുന്നു. ഡോളറിനെ ആശ്രയിക്കാതെ സ്വന്തം നാണയങ്ങളിൽ നേരിട്ട് വ്യാപാരം നടത്താനുള്ള ഇന്ത്യയുടെയും ജപ്പാന്റെയും പുതിയ നീക്കം പാശ്ചാത്യ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്തിന്റെ നിയന്ത്രണം തങ്ങളുടെ കൈകളിലാണെന്ന് അഹങ്കരിച്ചിരുന്നവർക്ക് മുന്നിൽ പുതിയ ഏഷ്യൻ ശക്തികളുടെ ഉദയമാണ് ഈ നീക്കത്തിലൂടെ രാജ്യം വ്യക്തമാക്കുന്നത്. ജൂലൈ 1 മുതൽ 3 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന 16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലാണ് ഈ നിർണായക തീരുമാനത്തിന് കളമൊരുങ്ങുന്നത്. അധികാരമേറ്റ ശേഷം ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അവരുടെ കൂടിക്കാഴ്ചയിൽ പ്രതിരോധം, സാങ്കേതിക വിദ്യ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ചർച്ചയായെങ്കിലും ലോകശ്രദ്ധ മുഴുവൻ പതിഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ രൂപയുടെയും ജപ്പാൻ യെന്നും ഉപയോഗിച്ചുള്ള നേരിട്ടുള്ള വ്യാപാര കരാറിലാണ്. അമേരിക്കൻ ഡോളറിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വാണിജ്യ ഇടപാടുകൾ കൂടുതൽ വേഗത്തിലും ലാഭകരമായും നടത്താനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ വാണിജ്യ ഇടപാടുകൾ നടക്കുന്നത് അമേരിക്കൻ ഡോളറിലൂടെയാണ്. ജപ്പാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ വരുമ്പോൾ ജാപ്പനീസ് യെൻ ആദ്യം ഡോളറാക്കി മാറ്റുകയും പിന്നീട് ഇന്ത്യൻ വ്യാപാരികൾ ആ ഡോളറിന് പകരമായി രൂപ നൽകുകയും വേണം. ഈ ഇരട്ട വിനിമയം കാരണം വലിയൊരു തുക കമ്മീഷനായിട്ടും വിനിമയ നഷ്ടമായും നഷ്ടപ്പെടുന്നുണ്ട് നമുക്ക്. ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് നമ്മുടെ ചെറുകിട ഇടത്തരം വ്യാപാരികളെയാണ്. എന്നാൽ പുതിയ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയിലെ ബാങ്കുകളിൽ നേരിട്ട് അക്കൗണ്ട് തുറക്കാൻ ജാപ്പനീസ് കമ്പനികൾക്ക് സാധിക്കും. ഇതോടെ ഡോളറിന്റെ ആവശ്യമില്ലാതെ തന്നെ രൂപയിലും യെന്നിലും നേരിട്ട് പണമിടപാടുകൾ നടത്താം. വ്യാപാര ചെലവ് കുറയുക മാത്രമല്ല, പണമിടപാടുകൾ കൂടുതൽ സുരക്ഷിതവും വേഗത്തിലുമാകും. ഇതൊരു സാധാരണ സാമ്പത്തിക കരാർ മാത്രമല്ല, മറിച്ച് ഡോളർ മേധാവിത്വത്തിനെതിരെയുള്ള ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ സ്ട്രോക്ക് കൂടിയാണത്. ഇതിനകം തന്നെ 30 രാജ്യങ്ങളുമായി രൂപയിൽ നേരിട്ട് വ്യാപാരം നടത്താൻ റിസർവ് ബാങ്ക് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. $75 ബില്യൺ കറൻസി സ്വാപ്പ് കരാർ ഇന്ത്യക്കും ജപ്പാനും ഇടയിൽ ഇപ്പോഴുമുണ്ട്. $27 ബില്യൺ വരുന്ന ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി വ്യാപാരത്തിൽ നിന്നും ഡോളറിനെ പടിയിറക്കുന്നത് വാഷിംഗ്ടണിന് വലിയ തിരിച്ചടിയാകും. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ലോകത്തെ വിറപ്പിച്ചിരുന്ന അമേരിക്കൻ നയങ്ങൾക്കുള്ള ചുട്ട മറുപടി കൂടിയാണിത്. ചുരുക്കത്തിൽ ലോകം ഇനി അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് നവഭാരതം ലോകത്തിന് നൽകുന്നത്. സാമ്പത്തിക പരമാധികാരം ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യയും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളും തങ്ങളുടെ സ്വന്തം നിയമങ്ങൾ എഴുതുമ്പോൾ നോക്കി നിൽക്കാൻ മാത്രമേ പാശ്ചാത്യ ശക്തികൾക്ക് സാധിക്കൂ. അമേരിക്കൻ അപ്രമാദിത്വത്തിന്റെ കാലം അവസാനിക്കുകയാണെന്നും ഏഷ്യൻ ശക്തികളുടെ ഊഴം തുടങ്ങിക്കഴിഞ്ഞെന്നുമുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അമേരിക്കയ്ക്ക് ഇനിയുമേറെ വിയർപ്പൊഴുക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്.